ഓരോ വർഷവും ഫെബ്രുവരി മാസം 11-ാം തീയതി ലോക രോഗീ ദിനമായി സഭ ആഗോളതലത്തിൽ ആചരിക്കുന്നു. ഫെബ്രുവരി 11-ാം തീയതി പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിനം കൂടെയാണ്. 1992 ഈയിടെ വിശുദ്ധനായി ഉയർത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ലോക രോഗീ ദിനം, വേൾഡ് ഡേ ഓഫ് ദ സിക്ക് ആരംഭിച്ചത്. അതിന് തുടക്കം കുറിച്ചത് നിരവധി അത്ഭുത രോഗവിമുക്തിയുടെ സംഭവങ്ങൾ വിവരിച്ചിട്ടുള്ള തെക്കേ ഫ്രാൻസിലെ പരിശുദ്ധ അമ്മയുടെ ആ തീർത്ഥാടന കേന്ദ്രമായ ലൂർദിൽ വെച്ചായിരുന്നു. 1993 ഫെബ്രുവരി മാസം 11-ാം തീയതി നടത്തപ്പെട്ട ആ ആദ്യത്തെ ലോക രോഗീ ദിനം, ദ വേൾഡ് ഡേ ഓഫ് ദ സിക്ക്, അതിനോടനുബന്ധിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം എഴുതുന്നു: ടുഗെദർ വിത്ത് മേരി മദർ ഓഫ് ക്രൈസ്റ്റ്, beneath the cross we pause beside all the crosses of the contemporary man എന്ന്. അതായത് ആധുനിക മനുഷ്യൻ്റെ കുരിശുകൾക്കൊപ്പം കുരിശിൻ്റെ ചുവട്ടിൽ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടു കൂടെ നാമും നിൽക്കുന്നു എന്ന്. യേശുവിൻ്റെ കുരിശിനോടൊപ്പം നമ്മുടെയും ജീവിതത്തിലെ കുരിശുകൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ സമർപ്പിക്കുമ്പോൾ ആ കുരിശിൻ്റെ മാഹാത്മ്യം, കുരിശിനപ്പുറത്തുള്ള ഉത്ഥാനത്തിൻ്റെ അനുഗ്രഹം, അതിൽ നൽകുന്ന ആ സന്തോഷം, ആനന്ദം നമ്മുടെ ജീവിതത്തിലേക്ക് അറിയാതെ കടന്നു വരുന്നു. 2002 10-ാമത്തെ ലോക രോഗീ ദിനം ആചരിച്ചത് ഭാരതത്തിലായിരുന്നു. കിഴക്കേ ലൂർദ് എന്നറിയപ്പെടുന്ന വേളാങ്കണ്ണി മാതാവിൻ്റെ സന്നിധാനത്തിലായിരുന്നു. ഒരുപക്ഷേ ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ, ഇതുവരെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും ശുശ്രൂഷകരുടെയും ഒക്കെ വലിയ ഒരു കൂട്ടായ്മയായിരുന്നു അത്. ഈ 2002 10-ാമത്തെ ലോക രോഗീ ദിനത്തിൽ നൽകിയ സന്ദേശത്തിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇപ്രകാരം എഴുതിയിരുന്നു: The answer to the question to the meaning of suffering has been given by God to man on the cross of Jesus Christ എന്ന്. അതായത് കുരിശിലെ യേശുവിൽ മനുഷ്യന് തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു അർത്ഥം കണ്ടെത്താനാകും. Through his suffering on the cross, Christ has prevailed over evil and enables us to overcome it എന്ന്. അതായത് കുരിശിലെ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ അനുദിന ജീവിതത്തിൽ കടന്നു വരുന്ന കുരിശുകൾക്ക് ഒരു പുതിയ അർത്ഥവും മാനവും കണ്ടെത്താനാകും. പത്രോസിൻ്റെ ലേഖനം, 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മുറിവിനാൽ നാം ഓരോരുത്തരും സൗഖ്യമുള്ളവരാക്കി പെട്ടിരിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ ആ കുരിശിൽ അവിടുന്ന് സഹിച്ച നൊമ്പരങ്ങളും വേദനകളും നമ്മുടെ മുറിവുകൾക്ക് പുതിയ ഒരു അർത്ഥവും മാനവും കൊണ്ടുവന്നു തരുന്നു. അതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ 2002
10ാമത്തെ ലോക രോഗീ ദിനം വേളാങ്കണ്ണിയിൽ വെച്ച് ആഘോഷിച്ചപ്പോൾ നൽകിയ സന്ദേശത്തിൽ പ്രത്യേകമായി എടുത്തു പറയുക, ആസ് ഗോഡ് ആൻഡ് മാൻ ക്രൈസ്റ്റ് ഹാസ് ടേക്കൺ അപ്പോൺ ഹിംസെൽഫ് ദ സഫറിങ്സ് ഓഫ് ഹ്യൂമാനിറ്റി. യേശു ദൈവവും മനുഷ്യനും എന്ന നിലയ്ക്ക് എല്ലാ മാനുഷിക നൊമ്പരങ്ങളുടെയും വ്യഥകളുടെയും പ്രയാസങ്ങൾ തൻ്റെ സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. ആൻഡ് ഇൻ ഹിം ഹ്യൂമൻ സഫറിങ് ഇറ്റ് സെൽഫ് ടേക്സ് ഓൺ എ റിഡംപ്റ്റീവ് മീനിങ്. ഒരു രക്ഷാകര അർത്ഥം. ഈ വേദനയുടെ ലോകത്തിൽ നിന്ന് അപ്പുറത്തുള്ള ഒരു സ്വർഗത്തിൻ്റെ ആനന്ദത്തിൻ്റെ തലത്തിലേക്ക്, ആ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ തലത്തിലേക്ക് മാനുഷിക ദുഃഖങ്ങളും നൊമ്പരങ്ങളും രോഗങ്ങൾ നൽകുന്ന കഷ്ടതകളുമെല്ലാം ആ യേശുവിൻ്റെ കുരിശിലൂടെ നമുക്ക് കണ്ടെത്താനാകുന്നു. ഈ സന്ദേശത്തിൽ തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം കൂടെ എഴുതുന്നു, ഫെയ്ത്ത് ടീച്ചസ് us to seek the ultimate meaning of suffering in Christ's passion, death and resurrection. യേശുവിൻ്റെ പീഡാനുഭവത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും നമ്മുടെ ഈ രോഗങ്ങളുടെ ആത്യന്തികമായ അർത്ഥം കണ്ടെത്തുവാൻ നമ്മുടെ വിശ്വാസം നമുക്ക് ശക്തി പകരുന്നു, അനുഗ്രഹം ഏകുന്നു എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ 10ാം ലോക രോഗീ ദിന സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം എഴുതി ചേർത്ത മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഈ രോഗികളുടെ ചാരെ നിൽക്കുന്ന, അവരോടൊപ്പം അവരെ ശുശ്രൂഷിക്കുന്ന ഓരോ വ്യക്തിയും യേശുവെന്ന ആ നല്ല സമറിയാക്കാരനെ പോലെ ആണെന്നാണ്. അദ്ദേഹം തുടർന്ന് എഴുതുന്നു, എ ഗുഡ് സമരിറ്റൻ ഈസ് എനിവൺ ഹു സ്റ്റോപ്സ് ടു അറ്റൻഡ് ദ നീഡ് ഓഫ് ദോസ് ഹു ആർ സഫറിങ്. വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുന്ന ഏതൊരു വ്യക്തിയുടെയും കൂടെ നിൽക്കുന്ന ആ ശുശ്രൂഷിയായ വ്യക്തി യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി ഒരു നല്ല സമറിയാക്കാരനെ പോലെ നിൽക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ ആ സുന്ദരമായ ഉപമ തീർച്ചയായും നമുക്ക് ഏറെ ചിന്തോദീപകമാണ്. ലൂക്കായുടെ സുവിശേഷം 10ാം അധ്യായം 25 മുതലുള്ള ആ വിവരണത്തിലെ അതിശ്രേഷ്ഠമായ സുന്ദരമായ ഉപമയ്ക്ക് വിവിധ അർത്ഥ തലങ്ങളുണ്ട്. ഈ കർത്താവ് ഈ ഉപമ പറയുക ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്. അവിടെ നമ്മോട് പറയുക കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട് അവശനായി കിടക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ്. ആ വ്യക്തിയെ വഴിയരികിൽ അവഗണിക്കപ്പെട്ട് അവശനായി കിടക്കുന്ന ആ മനുഷ്യനെ കാണുമ്പോൾ ഈ ഒരു നല്ല സമറിയാക്കാരൻ്റെ മനസ്സലിഞ്ഞു. ആ മനുഷ്യൻ്റെ പ്ലാനും പദ്ധതിയും എല്ലാം വ്യത്യസ്തമാക്കി യാത്ര തൽക്കാലം അവിടെ നിർത്തിവെച്ച് തൻ്റെ കഴുതപ്പുറത്തു നിന്നിറങ്ങി ഈ അവശനായി കിടക്കുന്ന മനുഷ്യന് ആശ്വാസമായി കൂടെ ഉണ്ടാകുന്നു. ഈ മനുഷ്യൻ അദ്ദേഹവുമായി ഒരു ബന്ധവുമില്ല, തീർത്തും അപരിചിതൻ. വഴിയരികിൽ കിടക്കുന്ന ഒരു മുറിവേറ്റ് കിടക്കുന്ന ഒരു സാധു മനുഷ്യൻ. യഥാർത്ഥത്തിൽ ഈ ഉപമയിലൂടെ നാം കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാകുന്നില്ല അതൊരു പുരുഷനോ സ്ത്രീയോ എന്ന്. അതിൻ്റെ വിവരണം ഗ്രീക്ക് മൂലകൃതിയിൽ കൊടുത്തിരിക്കുക ആന്ത്രപ്പോസ്, ഒരു മനുഷ്യൻ. പിന്നീട് ഉപമ വായിച്ചു പോകുമ്പോഴാണ് അറിയുക ഒരു പുരുഷനാണെന്ന്. ഏത് ജാതിയിൽപ്പെട്ടതാണ്, ഏത് മതവിശ്വാസത്തിലുള്ളവനാണ്, ഏത് നാട്ടുകാരനാണ്, സ്വന്തം രാജ്യക്കാരനോ അന്യദേശിയോ ഒരു കാര്യവും അവിടെ വിവരിക്കുന്നില്ല. ആകെ പറഞ്ഞിരിക്കുന്നത് വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ തീർത്തും അപരിചിതനായ ആ മനുഷ്യന് ആശ്വാസകനായി ആലംബമായി കടന്നുവന്ന ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല അയൽക്കാരൻ, നല്ല സമരിയാക്കാരൻ.
ഇത് പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ നൽകുന്ന ശുശ്രൂഷ മാത്രമല്ല, അതിനേക്കാൾ കൂടുതലായി തൻ്റെ ഈ യാത്രയുടെ എല്ലാ പ്ലാനും വ്യത്യസ്തമാക്കിക്കൊണ്ട് ഈ മനുഷ്യനെ വീഞ്ഞും എണ്ണയും ഒഴിച്ച് അയാളുടെ മുറിവുകൾ വച്ചുകെട്ടി കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് ആക്കുന്നു. അവിടെ ആ സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിക്കുക മാത്രമല്ല, സത്രം സൂക്ഷിപ്പുകാരൻ്റെ വശം 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇയാളുടെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. അങ്ങനെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് ഓഫ് കെയർ, ഒരു നീണ്ട കാല ശുശ്രൂഷയുടെ ഒരു അനുഭവമാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നും നാം പഠിക്കേണ്ടത്. പെട്ടെന്നുള്ള ഒരു ആവേശത്തള്ളലിൽ, പെട്ടെന്നുള്ള ആ ഒരു തീരുമാനമെടുത്ത് ഉള്ള ഒരു പരിചരണം മാത്രമല്ല, ഈ മനുഷ്യനോടുള്ള ആഴമുള്ള കരുതൽ, അങ്ങേറ്റമുള്ള സ്നേഹം, അതും ഈ അപരിചിതനായ മനുഷ്യനോടുള്ള കരുതൽ. ഇതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ഈ ഉപമ വിവരിച്ചുകൊണ്ട് ഓരോ ക്രൈസ്തവനിൽ നിന്നും, ഓരോ വിശ്വാസിയിൽ നിന്നും മറ്റുള്ളവരോട് കരുതലുള്ള, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുക. അങ്ങനെ ഈ മനുഷ്യൻ്റെ ഭാവിയെ പറ്റിയുള്ള ഒരു കരുതൽ കൂടെ ഈ നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ നമുക്ക് കാണാനാകും. അപരിചിതനായ മനുഷ്യൻ അവസാനം സ്വന്തം സഹോദരനായി തൻ്റെ കാരുണ്യവും സ്നേഹവും കരുതലും അർഹിക്കുന്ന വ്യക്തിയായി മാറുന്നു. അയാളുടെ നൊമ്പരം തിരിച്ചറിയുകയും അയാളെ അംഗീകരിക്കുകയും സ്വന്തം ഉത്തരവാദിത്വമായി അയാളുടെ ഭാവിയും അയാളുടെ സൗഖ്യവും തൻ്റെ കൂടെ ഒരു ദൗത്യമായി ഈ മനുഷ്യൻ കഴിയുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നല്ല സമരിയാക്കാരൻ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ 2002 10ാം ലോക രോഗീ ദിനം ഭാരതത്തിൽ അതിൻ്റെ ഔദ്യോഗിക ആഘോഷം നടന്നപ്പോൾ നൽകിയ സന്ദേശത്തിൽ നമ്മോട് വിവരിക്കുക. ഈ സന്ദേശം കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ കമ്മീഷൻ ഫോർ ഹെൽത്ത് കെയർ 2000 പ്രസിദ്ധം ചെയ്ത കെയർ ആൻഡ് കമ്പാഷൻ എന്ന പുസ്തകത്തിൽ ആ സന്ദേശവും അതിൻ്റെ വ്യാഖ്യാനവും കൊടുത്തിട്ടുണ്ട്. ഈ വർഷം 2017 25ാമത്തെ ലോക രോഗീ ദിനത്തോടനുബന്ധിച്ചുള്ള ഔദ്യോഗിക ആഘോഷങ്ങൾ 1993 അത് തുടങ്ങിയ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ച ദക്ഷിണ ഫ്രാൻസിലെ ലൂർദിൽ വെച്ച് തന്നെയാണ് നടക്കുക. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ നമ്മുടെ ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശവും ഈ തരുണത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. അതിന് തീം കൊടുത്തിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ അതേ വാക്യം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 49 കാണുന്ന തിരുവചനങ്ങൾ, സർവശക്തൻ എനിക്കായി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ സന്ദേശത്തിൽ ഫ്രാൻസിസ് പാപ്പ വിവരിക്കുന്ന ഭാഗം ഏറെ ശ്രദ്ധേയാണ്. വിശുദ്ധ ബർണദീത്തയെ പോലെ നമ്മൾ പരിശുദ്ധ മറിയത്തിൻ്റെ സൂക്ഷ്മമായ നോട്ടത്തിൻ കീഴിൽ നിൽക്കുന്നു. താൻ സ്നേഹപൂർണയായ നാഥ എന്ന് വിളിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം ഒരാൾ മറ്റൊരാളെ നോക്കുന്നത് പോലെ തൻ്റെ നേരെ നോക്കിയെന്ന് ലൂർദിലെ വിനീത കന്യകയായ ബർണദീത്ത പറയുന്നു. അങ്ങനെ ബർണദീത്തയുടെ ഈ അനുഭവം വിവരിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ഈ സന്ദേശം കൊടുക്കുക. ആ സ്നേഹമസൃണമായ നോട്ടം, കടാക്ഷം പരിശുദ്ധ മറിയത്തിൽ നിന്ന് ലഭിക്കുമ്പോൾ ഈ ബർണദീത്ത എന്ന ആ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആ സാധു പെൺകുട്ടിയും കാണുന്നു. ഇപ്പോൾ പ്രചരിച്ചിട്ടുള്ള ആ ഗാനത്തിലെ ഈരടികൾ പോലെ ഞാനൊന്ന് നോക്കി, അവൾ എന്നെയും നോക്കി, എന്തൊരഴക്, എന്തൊരു ഭംഗി.
അതുപോലുള്ള ഒരു ആനന്ദത്തിൻ്റെ ആഴത്തിലുള്ള ആധ്യാത്മിക അനുഭവത്തിൻ്റെ ഒരു വിവരണമാണ് ബെർണദീത്ത, വിശുദ്ധയായ ബെർണദീത്ത നൽകുക. താൻ സ്നേഹപൂർണയായ നാഥ എന്ന് വിളിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം ഒരാൾ മറ്റൊരാളെ നോക്കുന്നത് പോലെ തൻ്റെ നേരെ നോക്കിയെന്ന് അവൾ വിവരിക്കുന്നു. ഫ്രാൻസിസ് പാപ്പ ഈ സന്ദേശത്തിൽ തുടർന്ന് എഴുതുന്നു, ലളിതമായ ആ വാക്കുകൾ ഒരു ബന്ധത്തിൻ്റെ പൂർണ്ണത വിവരിക്കുന്നുണ്ട്, ആഴത്തിലുള്ള ആധ്യാത്മികതയുടെ ഒരു വിവരണം. മറിയം ഒരു വ്യക്തി എന്ന നിലയിൽ തൻ്റെ നേരെ നോക്കുകയായിരുന്നെന്ന് ദരിദ്രയും അക്ഷരജ്ഞാനമില്ലാത്തവളും രോഗിണിയുമായ ബെർണദീത്തയ്ക്ക് തോന്നി. 1856 ഫെബ്രുവരി മാസം 11 ഒരു വ്യാഴാഴ്ച ആണ് വിശുദ്ധയായ ബെർണദീത്തയ്ക്ക്, അന്ന് ഒരു പിഞ്ചു ബാലികയായിരുന്ന അവൾക്ക് അവളുടെ സഹോദരിയായ തെയോണിറ്റയും കൂട്ടുകാരിയും ഇങ്ങനെ 3 പിഞ്ചു ബാലികമാർ വിറക് ശേഖരിക്കുവാൻ വേണ്ടി പോകുമ്പോൾ ആ പെർണീസ് മലനിരകൾക്കിടയിലുള്ള ഗ്രോട്ടോയിൽ മെസബി എന്ന ആ ഗ്രോട്ടോയുടെ സമീപത്ത് വച്ച് പരിശുദ്ധ കന്യകാമാതാവ് അവർക്ക് പ്രത്യക്ഷയാകുക. പിന്നീട് ആ റോമിലെ ഈ പ്രദേശം അനേകം വിശ്വാസികളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു. അവിടെ നിന്ന് ബഹിർഗമിച്ച ആ ഉറവയിൽ നിന്നും ജലം സ്വീകരിച്ചപ്പോൾ അതുകൊണ്ട് അത് ഒരു അനുഗ്രഹത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ പ്രവാഹമായി മാറുന്നു. എത്രയോ നിരവധി അത്ഭുത വിവരണങ്ങൾ, രോഗസൗഖ്യലബ്ധിയുടെ വിവരണങ്ങൾ ഈ ലൂർദിൽ നിന്നും പിന്നീടുണ്ടായി. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തെ കൂടെ ഓർപ്പിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ഈ സന്ദേശത്തിൽ വിവരിക്കുക. മറിയം ഒരു വ്യക്തി എന്ന നിലയിൽ തൻ്റെ നേരെ നോക്കുകയായിരുന്നെന്ന് ദരിദ്രയും അക്ഷരജ്ഞാനമില്ലാത്തവളും രോഗിണിയുമായ ബെർണദീത്തയ്ക്ക് തോന്നി. സ്നേഹപൂർണയായ കന്യകാമറിയം അവളോട് വലിയ ബഹുമാനത്തോടും ഗൗരവം വെടിഞ്ഞ് ദാക്ഷിണ്യത്തോടെയും സംസാരിച്ചു. ഇത് ഒരു വസ്തുത നമ്മിൽ ഓർമ്മിപ്പിക്കുന്നു. ഓരോ വ്യക്തിയും എപ്പോഴും ഒരു മനുഷ്യനാണ്, അങ്ങനെ നിലകൊള്ളുകയും ചെയ്യുന്നു. അതുകൊണ്ട് അതനുസരിച്ച് നാം ഓരോ വ്യക്തിയോടും പെരുമാറണം എന്നതാണ് ആ വസ്തുത. രോഗികൾക്കും അപരിചിതർക്കും അവരുടെ ജീവിതത്തിൽ അന്യവൽക്കരിക്കാനാവാത്ത അതിയായ മഹത്വവും ദൗത്യവുമുണ്ട്. അവർ ഒരിക്കലും നിസ്സാര വസ്തുക്കളായിത്തീരുന്നില്ല. ചിലപ്പോൾ അവർ നിഷ്ക്രിയരായി കാണപ്പെടാമെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അങ്ങനെ ഓരോ വ്യക്തിയുടെയും വിലയും മൂല്യവും മനസ്സിലാക്കിക്കൊണ്ട് അവരെ സ്നേഹത്തോടുകൂടെ കടാക്ഷിക്കുവാൻ, അനുകമ്പയോടുകൂടെ അവരോട് പെരുമാറുവാൻ, ആർദ്രതയോടുകൂടെ അവരെ കരുതുവാൻ ഉള്ള ഓർമ്മിപ്പിക്കലാണ് പരിശുദ്ധ അമ്മയുടെ ആ സ്നേഹപൂർണമായ കടാക്ഷം. അവൾ നമ്മെ നോക്കുമ്പോൾ, നാമും അവളെ തിരിച്ചു നോക്കുമ്പോൾ ഉള്ള ആ ആനന്ദത്തിൻ്റെ അനുഭവം, അതാണ് രോഗി പരിചരണത്തിൽ രോഗികളോടും ആലംബഹീനരോടും അവശത അനുഭവിക്കുന്നവരോടും നാം സൂക്ഷിക്കേണ്ട ആ വികാരം എന്ന് ഫ്രാൻസിസ് പാപ്പ ഈ സന്ദേശത്തിൽ വ്യക്തമാക്കുകയാണ്. പീഡിതരോടും ദരിദ്രരോടുമുള്ള സഭയുടെ അനുദിന സമർപ്പണത്തിൽ പീഡിതരുടെ ആശ്വാസമായ മറിയത്തിൻ്റെ നോട്ടം സഭയുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ആ കരുണാകടാക്ഷം നമ്മെ ഓർമ്മിപ്പിക്കുക, ഈ സഭ എന്നും ആ അമ്മയെപ്പോലെ തന്നെ കരുതലിൻ്റെ, കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ കടാക്ഷം പ്രത്യേകിച്ച് വേദനയിൽ, നൊമ്പരങ്ങളിൽ കഴിയുന്നവർക്ക് കൊടുക്കണം എന്നാണ്. ഈ ലോക രോഗീ ദിനം, പ്രത്യേകിച്ച് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ ജോൺ പോൾ II മാർപ്പാപ്പ അത് കൊണ്ടുവരുമ്പോൾ ഈ 2 യാഥാർത്ഥ്യങ്ങളും, ഒന്ന് യേശുവിൻ്റെ കുരിശിനോട് ചേർന്നുകൊണ്ട് മാനുഷിക ദുഃഖങ്ങളും നൊമ്പരങ്ങളും ഒക്കെ സ്വീകരിക്കുവാനും, ഉത്ഥാനത്തിൻ്റെ ആ വെളിച്ചത്തിൽ
എന്നും സന്തോഷത്തിൻ്റെ ഒരനുഭവമായി, പ്രത്യാശയുടെ ഒരനുഭവമായി കാണാൻ ഇത് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് പാപ്പ ഈ 2017 ഫെബ്രുവരി 11 25ാമത്തെ ലോക രോഗീ ദിനത്തിൻ്റെ സന്ദേശത്തിൽ പറയുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ ആ വാത്സല്യപൂർണമായ കടാക്ഷം നമുക്ക് നൽകുന്ന ആ നോട്ടം നമ്മുടെയും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഇതാണ് സഭ ഇന്ന് ഈ മേഖലയിൽ പ്രദർശിപ്പിക്കേണ്ട കാരുണ്യത്തിൻ്റെ കടാക്ഷം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ലോക രോഗീ ദിനത്തിൻ്റെ അവസരത്തിൽ നമുക്ക് നമ്മുടെ രോഗങ്ങൾ കടന്നു വരുമ്പോൾ യേശുവിൻ്റെ കുരിശിൽ ആശ്രയിക്കുവാൻ പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ യേശു പറഞ്ഞു തരുന്ന ആ നല്ല സമറിയാക്കാരൻ്റെ ഉപമയിൽ നിന്നും അപരിചിതരോട്, ആലംബഹീനരോട്, പലവിധത്തിൽ നൊമ്പരം അനുഭവിക്കുന്നവരോട് സഹതാപത്തോടുകൂടെ, കാരുണ്യത്തോടുകൂടെ വ്യാപരിക്കുവാൻ പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ ആ കാരുണ്യമസൃണമായ കടാക്ഷം എന്നും രോഗികൾക്ക് ഒരവകാശമായി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് സ്നേഹത്തിൽ വ്യാപരിക്കുവാൻ പരിശ്രമിക്കാം. ഫ്രാൻസിസ് പാപ്പ ഈ സന്ദേശത്തിൻ്റെ അവസാനത്തിൽ നൽകുന്ന പരിശുദ്ധ അമ്മയോടുള്ള ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്കിത് സമാപിപ്പിക്കാം. ഞങ്ങളുടെ അമ്മയായ മറിയമേ, ഞങ്ങളിൽ ഓരോരുത്തരെയും പുത്രനോ പുത്രിയോ ആയി ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യണമേ. ആത്മവിശ്വാസത്തോടെയുള്ള ഞങ്ങളുടെ ഹൃദയങ്ങളുടെ പ്രതീക്ഷകളെ നിലനിർത്തേണമേ. ഞങ്ങളുടെ രോഗങ്ങളിലും സഹനങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ പുത്രനും ഞങ്ങളുടെ സഹോദരനുമായ ക്രിസ്തുവിലേക്ക് ഞങ്ങളെ നയിക്കണമേ. മഹാകാര്യങ്ങൾ ചെയ്യുന്ന പിതാവിന് സ്വയം സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, രോഗങ്ങളുടെ ലോകം, അവിടെ ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് നിർത്തുന്ന ഒരു ലോകമായി മാറണം. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മ വ്യാകുലതയോടുകൂടെ നിൽക്കുമ്പോൾ, അതോടൊപ്പം തന്നെ ഉള്ളിൽ പിതാവ് നൽകുന്ന ആ പ്രത്യാശയോടുകൂടെ നിൽക്കുമ്പോൾ നമുക്കും രോഗങ്ങളുടെ ലോകത്ത് വ്യാപരിക്കാം. ഏതൊരു സഹനം വന്നാലും ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്തുകൊണ്ട് നമുക്ക് അതിൻ്റെ രക്ഷാകരമായ അർത്ഥം മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനത്തിൻ്റെയും വെളിച്ചത്തിൽ എല്ലാ സഹനങ്ങളുടെയും പുതിയ ഒരർത്ഥം മനസ്സിലാക്കുവാൻ പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ നൽകുന്ന ആ കരുണാകടാക്ഷം, സ്നേഹമസൃണമായ നോട്ടം നമ്മുടെയും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാം. അപ്പോൾ ജീവിതമെന്നും സുവിശേഷത്തിൻ്റെ ആനന്ദം കൊണ്ട് നിറയും. ജീവിതത്തിലെന്നും ആശ്വാസവും കരുതലും ഉണ്ടാകും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.